വാർത്തകൾ വിശദമായി. വോട്ട് ചെയ്യൂ, ജനാധിപത്യത്തിൽ പങ്കുചേരൂ എന്ന ആഹ്വാനവുമായി ആലപ്പുഴയിൽ കൂട്ടനടത്തം. വോട്ടർ ബോധവത്കരണ വിഭാഗം സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. EMS സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കൂട്ടനടത്തം ഫ്ലാഗ് ഓഫ് ചെയ്തു. ലിയോ 13 ഹയർ സെക്കൻഡറി അലുമിനി അസോസിയേഷനുമായി ചേർന്നാണ് കൂട്ടനടത്തം സംഘടിപ്പിച്ചത്. നടത്തം ആലപ്പുഴ ബീച്ചിൽ സമാപിച്ചു. കുട്ടികളും കായിക താരങ്ങളും അടക്കം നിരവധി പേർ കൂട്ടനടത്തത്തിൽ പങ്കാളികളായി. LSGD അസിസ്റ്റന്റ് ഡയറക്ടർ ജില്ലാ ചാർജ് പുൻസിനി, ലിയോ 13 സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഫ്രാൻസിസ് കൊടിയനാട്, സ്കൂൾ പ്രിൻസിപ്പൽ PJ യേശുദാസ്, PTA പ്രസിഡന്റ് അനിൽ ആന്റണി തുടങ്ങിയവർ കൂട്ടനടത്തത്തിൽ പങ്കെടുത്തു. വിഷുദിനത്തിൽ അമ്മയ്ക്കൊപ്പം ബന്ധുവീട്ടിലേക്ക് പോയ 6 വയസ്സുകാരിക്ക് തോട്ടിൽ വീണ ദാരുണ അന്ത്യം. നെടുമുടി പഞ്ചായത്ത് 3-ാം വാർഡിലാണ് സംഭവം. നെടുമുടി പഞ്ചായത്ത് 3-ാം വാർഡ് പാലത്തിക്കാട് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കളരിപ്പറമ്പിൽ സുനീഷിൻ്റെയും കാർത്തികയുടെയും മകൾ തീർത്ഥയാണ് വിഷുദിനത്തിൽ ദാരുണമായി മരിച്ചത്. അമ്മയ്ക്കൊപ്പം ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ ഉച്ചയോടെയായിരുന്നു അപകടം. ചേന്നങ്കേരി ദേവമാതാ സ്കൂളിൽ UKG കഴിഞ്ഞ് 1-ാം ക്ലാസ്സിലേക്ക് ചേരാനിരുന്ന കുഞ്ഞു മിടുക്കിയായിരുന്നു തീർത്ഥ. റിംഗ് ബണ്ട് പിടിച്ചിരിക്കുന്നതിനാൽ നടക്കാൻ കൽക്കെട്ട് മാത്രമുള്ള 80ന്റെ ജെട്ടിക്ക് കിഴക്കുവശത്താണ് തീർത്ഥ തോട്ടിലേക്ക് വീണത്. തീർത്ഥ വീണത് കണ്ട് രക്ഷിക്കാനായി അമ്മ പിന്നാലെ തോട്ടിലേക്ക് ചാടിയെങ്കിലും വിവരമറിഞ്ഞെത്തിയവർ വന്ന് അമ്മയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്നാൽ തീർത്ഥയെ അരമണിക്കൂർ കഴിഞ്ഞാണ് കണ്ടെത്തിയത്. അടുത്ത് ആൾക്കാർ ഇല്ലാതിരുന്നതും തോടിന്റെ ആഴവും തോട്ടിലാകെ പോള തിങ്ങി നിറഞ്ഞു കിടന്നതും ദുരന്തത്തിന് കാരണമായെന്ന് നാട്ടുകാർ പറയുന്നു. മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വിഷുദിനത്തിൽ ഒരു നാടിനെ ഒന്നാകെ നടുക്കുന്നതായി തീർത്ഥയുടെ മരണം. ദുരന്തങ്ങൾ എത്ര വന്നാലും അധികാരികൾക്ക് അനക്കമില്ല. പൊതുജനത്തിന് പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം ഭരണ സംവിധാനം എന്നുപോലും തീർത്ഥയുടെ മരണം അറിഞ്ഞ് നാട്ടുകാർ ചോദിക്കുന്നു. ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നെടുമുടി പഞ്ചായത്തിലെ മൂന്നാറ്റുമുഖം മുതൽ കൈനഗിരി പഞ്ചായത്തിലെ ചാലച്ചിറ വരെ 4.5 കിലോമീറ്റർ റോഡ് നിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇവിടെ 80ന്റെ ജെട്ടി മുതൽ പൊതുവ ജെട്ടി വരെയുള്ള പൊതുവ തോടിന് കുറുകെ പാലം പണി ആരംഭിച്ചിട്ടും വർഷങ്ങളായി. എന്നാൽ ഇതൊന്നും പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ ആകുന്നില്ലെന്നു മാത്രം. ഈ തോടിന് കുറുകെ മേച്ചിലാത്തറ മുട്ടിലാണ് പാലം നിർമ്മാണം. പാലം പണിതെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. കൈനേരി പഞ്ചായത്തിൻ്റെ 6-ാം വാർഡും നെടുമുടി പഞ്ചായത്തിൻ്റെ 3-ാം വാർഡും തമ്മിൽ അതിലുള്ള തോടാണ് ഇത്. കൂട്ടുമ്മ മുട്ടൽ മുതൽ പുതുവാച്ചിറ വരെ ഈ തോടുണ്ട്. ഇതിൻ്റെ നടുക്കൂടെ ഒരു മേച്ചിലാത്ര ചിറയിൽ ഒരു പാലം പണിയുന്നുണ്ട്. അതിനുവേണ്ടി മുട്ടിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പോള അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഒഴുക്കില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. 2-3 വർഷത്തോളമായി പാലം പണി തുടങ്ങിയിട്ട് അത് ഇപ്പം നിശ്ചലമായിട്ട് കിടക്കുകയാണ്. എന്താ കാര്യമെന്ന് അറിയത്തില്ല. പാലം പണിയും നടക്കുന്നില്ല. മുട്ടും തുറക്കണമെന്ന് പല പ്രാവശ്യം പ്രദേശവാസികൾ നിവേദനം കൊടുക്കുകയും എല്ലാവരോടും പറയുകയും ചെയ്തു. കാരണം ഇതുവരെ മുട്ടും തുറന്നിട്ടില്ല. മുട്ട് തുറക്കാത്തത് മൂലം പോളയുടെ ശല്യം, ഒഴുക്കുമില്ല. തോടിനു കുറുകെ പാലം ഉയർന്നെങ്കിലും ഇരുവശങ്ങളിലും ഇട്ട മുട്ടുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിലകൊള്ളുന്നു. വാസ്തവത്തിൽ ഈ മുട്ടുകൾ പൊളിച്ചു നീക്കാവുന്നതേയുള്ളൂ. അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് തോടാകെ നീരൊഴുക്ക് നിലച്ച് പോള നിറഞ്ഞ് മലിനമായിരിക്കുന്നു. ഇതിൽ പോള തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ്. അതിനാൽ ഒരു പ്രകാരം വെള്ളം ഒഴുക്കുമില്ല, ജലഗതാഗതവും നടക്കുന്നില്ല. ഒരു കൊച്ചുവള്ളത്തിൽ പോലും പോകാനൊക്കത്തില്ല. ഇവിടെ ധാരാളം വള്ളങ്ങൾ അങ്ങനെ പോയിക്കൊണ്ട സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ ബണ്ടെന്ന് പറഞ്ഞാൽ ഈ 3-ാം വാർഡ് വടക്കേറ്റമായി ഈ ബണ്ട് ഈ കൽക്കട്ട തന്നെ പിടിച്ചിരിക്കുക. ജസ്റ്റ് ഒരാൾക്ക് നടന്നു പോകുന്നത് അങ്ങോട്ട് കാല് പ്രാഞ്ഞ് വിട്ട വെള്ളത്തിൽ പോകും. ആ പരുവത്തിലായിരിക്കുക. ഇന്നാണെങ്കിൽ ഒരു ബന്ധുവീട്ടിൽ പോയവർ അമ്മയും കുഞ്ഞും, ആ കുഞ്ഞ് ഇവിടെ വെള്ളത്തിൽ പോയി. ഞങ്ങൾ ഇറങ്ങി തപ്പിയിട്ട് കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ കിട്ടിയത്. ആ പരുവത്തിൽ കിടക്കുന്നത്. അതുകൊണ്ട് അധികാരികൾക്ക് പഞ്ചായത്തിന് യാതൊരു ശ്രദ്ധയില്ല. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ധാരാളം ആൾക്കാർ വൃദ്ധരടക്കം ധാരാളം ആൾക്കാർ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. ഈ ബണ്ട് കണ്ടാൽ തന്നെ അറിയാം. ഇത് വഴി അടച്ച് ബണ്ട് പിടിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് ജസ്റ്റ് നടന്നു പോകുന്ന വീട്, വേറൊരാൾ വന്നാൽ പാസ് ചെയ്യാനുള്ള സ്ഥലമില്ല. അധികാരികൾ ബന്ധപ്പെട്ട ഇത് എന്തെങ്കിലും ശാശ്വത വരികയുണ്ടെങ്കിൽ ഇനി ഇതുപോലത്തെ അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ പോള നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് തോട്ടിലേക്ക് വീണ തീർത്ഥ എന്ന 6 വയസ്സുകാരിയെ രക്ഷിക്കാൻ കഴിയാതെ പോയതെന്ന് നാട്ടുകാർക്ക് അഭിപ്രായമുണ്ട്. അധികാരവർഗം അതേത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആർജവത്തോടെ പ്രവർത്തിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 4 വർഷത്തോളമായി ഈ തോട് ഈ പരുവത്തിൽ കിടക്കുന്നു, മുട്ട് കിടക്കുന്നു. ഈ മുട്ട് 4 വർഷമായിട്ടും തുറന്നു തന്നിട്ടില്ല. അത് കാരണം ഈ നാട്ടിൽ പോള കയറി നിറയുക. ഞങ്ങൾ വാരിയാണ് കുറച്ചൊക്കെ ഒതുക്കുന്നത്. ഇത് കാരണം എന്തെല്ലാം അപകടങ്ങളുണ്ടാകുന്നു. ഒന്നും ഇവിടെ വഴിയില്ല. പിന്നെ വെള്ളത്തെ പോയി ഞങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കാനൊക്കുന്നില്ല. വെള്ളമില്ലാത്തത് കാരണം, പോളയായത് കാരണം, മുട്ട് കിടക്കുന്ന കാരണം ഞങ്ങൾക്ക് അക്കൂടിയോട്ട് പോകാൻ മേല. ഇത് ആകപ്പാടെ ഗതികേടായിട്ട് ഞങ്ങൾ കിടക്കുകയാണ്. ഞങ്ങളെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഒരു കോൺട്രാക്ടർ ഈ റോഡ് പണിക്ക് പിടിച്ചതാണ് ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ
ഒരു കൊച്ചു കുഞ്ഞാണ് മരിച്ചു പോയത്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കും. ഞങ്ങൾ ആർക്കും ചെയ്യുന്നില്ല. ഞങ്ങൾ വോട്ട് ബഹിഷ്കരണം ചെയ്ത് ഇത് നോക്കൂ. ഇവിടെ റിംഗ് ബണ്ട് പിടിച്ചിരിക്കുന്നതിനാൽ കൽക്കെട്ടിൽ കൂടെ മാത്രമേ നടക്കാൻ കഴിയൂവെന്നും ഏതവസരത്തിലും കാൽ തെറ്റി തോട്ടിൽ വീണ് അപകടം സംഭവിക്കാവുന്ന സ്ഥിതിയാണെന്നും നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ അടുത്തുവരുന്ന പൊതു തെരഞ്ഞെടുപ്പ് പോലും ബഹിഷ്കരിക്കുമെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. ഇത്തരം ദുരന്തങ്ങളിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊണ്ട് അധികാരികൾ കണ്ണൊന്ന് തുറക്കണമെന്നും വോട്ട് ചെയ്യുന്ന യജമാനന്മാരുടെ ദുരിതങ്ങൾ കാണണമെന്നും അതിന് പരിഹാരം വേണമെന്നും എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ തർക്കം, 2 പേർക്ക് കുത്തേറ്റു. പരുമലയിൽ നടന്ന സംഭവത്തിൽ പ്രതി പീടികയ്ക്കൽ കിഴക്കേതിൽ മുഹമ്മദ് ഹുസൈൻ അറസ്റ്റിൽ. മാന്നാർ പാവുക്കര സ്വദേശികളായ നാദിർഷ, രാഹുൽ എന്നിവരെ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് മുഹമ്മദ് ഹുസൈനെ അറസ്റ്റ് ചെയ്തത്. ഇല്ലിമല പാലത്തിന് സമീപം അൻസാർ എന്നയാളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ചിക്കൻ സെന്ററിന് മുമ്പിൽ വെള്ളിയാഴ്ച രാത്രി 10:00-ഓടെയായിരുന്നു സംഭവം. ചിക്കൻ സെന്ററിലെ മിനി ലോറിയുടെ ഡ്രൈവറാണ് പിടിയിലായ മുഹമ്മദ് ഹുസൈൻ. ആക്രമണത്തിൽ പരിക്കേറ്റ നാദിർഷ, രാഹുൽ എന്നിവർ മുമ്പ് ചിക്കൻ സെന്ററിൽ ഡ്രൈവർമാരായി ജോലി ചെയ്തിരുന്നവരാണ്. ഇവരെ ഒഴിവാക്കി മുഹമ്മദ് ഹുസൈൻ ജോലിയിൽ കയറിപ്പറ്റിയതിനെ തുടർന്ന് ഉടലെടുത്ത വൈരാഗ്യമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. നാദിർഷയും രാഹുലും സുഹൃത്ത് റിൻഷാദും രാത്രി 10:00-ഓടെ ചിക്കൻ കടയിലെത്തി ഉടമയായ അൻസാറുമായി വാക്കേറ്റത്തിലും തർക്കത്തിലും ഏർപ്പെട്ടു. ഇതിനിടെ സ്ഥലത്തെത്തിയ മുഹമ്മദ് ഹുസൈൻ തർക്കത്തിൽ ഇടപെടുകയും നാദിർഷയെയും രാഹുലിനെയും കത്തി ഉപയോഗിച്ച് കഴുത്തിലും തലയിലും അടക്കം കുത്തുകയുമായിരുന്നു. സംഭവശേഷം സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട മുഹമ്മദ് ഹുസൈനെ രാത്രി 11 മണിയോടെ പോലീസ് വീടിന് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്തു. പുളിക്കീഴ് SHO എസ് സജികുമാർ അറസ്റ്റ് സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങളോടായി പറഞ്ഞു. സംഭവം ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടിയാണ്. 10:30 മണിയോടുകൂടി ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ അടുത്തായിട്ട് റോയൽ ചിക്കൻ എന്ന് പറഞ്ഞൊരു കോഴിക്കട ഉണ്ട്. അതിൻ്റെ മുന്നിലാണ് സംഭവം. അപ്പോൾ അതിൻ്റെ ഓണർ അൻസാരിയെ കാണാനായിട്ട് അയാളുടെ തന്നെ സുഹൃത്തുക്കൾ, ഒരു രാഹുൽ, ഒരു നാദിർഷ, റിൻഷാദ്, ഇവർ 3 പേര് കാറിൽ വരികയും അൻസാരിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്നു. സംസാരിച്ച് തർക്കത്തിലായി. ഇവർ മുമ്പോടെ ജോലി ചെയ്യുന്നതാണ്. പല കാര്യങ്ങൾ പറഞ്ഞ് തർക്കത്തിലായി. ഈ സമയത്താണ് ഹുസൈൻ വരുന്നത്. ഹുസൈൻ അൻസാരിയുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. അൻസാരിയുടെ ഈ കോഴി വേസ്റ്റും മറ്റും കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവറാണ്. അങ്ങനെ ഹുസൈൻ വന്നു. ഹുസൈൻ സംസാരിച്ച് ഹുസൈനും അതിൻ്റെ കൂട്ടത്തിൽ കൂടി. അങ്ങനെ സംസാരം കൂടുതൽ പ്രശ്നമായി. അങ്ങനെയാണ് ഹുസൈൻ ഇവരെ കത്തിയെടുത്ത് കുത്തുകയാണ് ചെയ്തത്. അതിൽ രാഹുലിനും നാദിർഷയാണ് കുത്തിയത്. കുത്തിയതോടുകൂടി മറ്റുള്ളവർ ഓടി മാറുകയാണ് ചെയ്തത്. കുത്തിയതിന് ശേഷം ഈ പ്രതി മുഹമ്മദ് ഹുസൈൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് ഉടൻ തന്നെ നാട്ടുകാരെ പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസ് വന്ന് ടിയാന സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ബാക്കി നടപടി ചെയ്യുകയാണ് ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ രാഹുലിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നാദിർഷ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഐശ്വര്യത്തിൻ്റെതാകട്ടെ ഇനി 1 വർഷം എന്ന് ആഗ്രഹിച്ചും ആശംസിച്ചും മലയാളികൾ വിഷു ആഘോഷിച്ചു. കണി കണ്ടുണർന്നും കൈനീട്ടം വാങ്ങിയും ഏവരും ആഹ്ലാദത്തിലായിരുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യം ആഗ്രഹിച്ചാണ് മലയാളികളുടെ വിഷു ആഘോഷം. കണി കണ്ടുണരുമ്പോഴും കൈനീട്ടം വാങ്ങുമ്പോഴും കാക്ഷിക്കുന്നതും അതുതന്നെ. വീടുകളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് വിഷുക്കണി ദർശനം ഒരുക്കിയിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ നിഗ്രഹിച്ച ദിവസമാണ് വിഷു എന്ന് വിശ്വാസമുള്ളതിനാൽ വിഷു നാളിൽ ശ്രീകൃഷ്ണ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത്. അരിയും നെല്ലും പാതി നിറച്ച ഓട്ടുരുളിയിൽ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിക്കൊന്നയും കണിവെള്ളരയും മറ്റും നിറച്ചുവെച്ച് കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും ശ്രീകൃഷ്ണ വിഗ്രഹവും വെച്ചാണ് കണിയൊരുക്കുന്നത്. ഈ കണി കണ്ടുണർന്നും കൈനീട്ടം വാങ്ങിയും വിഷുനാളിൽ ആഘോഷത്തിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. കണിക്കൊന്ന പകർന്നു നൽകുന്ന സ്വർണ്ണവർണ്ണ പ്രഭയിൽ അതിൻ്റെ ചാരുത ഏറ്റുവാങ്ങിയാണ് എവിടെയും ആഘോഷം. വിവിധ ക്ഷേത്രങ്ങളിൽ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കുടിയേറ്റുന്ന ദിവസം കൂടിയാണ് വിഷുദിനം. വീൽചെയറിൽ ഇരുന്ന് അഭിനവ് സ്നേഹത്തിൽ പൊതിഞ്ഞ വിഷു കൈനീട്ടം വാങ്ങി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുകയാണ് തലമുടി സ്വദേശി 11-കാരനായ അഭിനവ്.
അർബുദരോഗം ബാധിച്ച് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി തുടർ ചികിത്സയിൽ കഴിയുന്ന തലവടി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ കോടമ്പനാടി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ അഭിലാഷിൻ്റെയും സലീന കുമാരിയുടെയും മൂത്ത മകൻ അഭിനവിന് സ്നേഹത്തിൽ പൊതിഞ്ഞ വിഷു കൈനീട്ടം തപാൽ വകുപ്പ് എത്തിച്ചു. 2023 നവംബർ 7-നാണ് അഭിനവിനെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ പ്രവേശിപ്പിച്ചത്. ഇനിയും 3 മാസം കൂടി ചികിത്സ വേണ്ടിവരും. വിഷുവിന്റെ പിറ്റേ ദിവസവും അഭിനവിന് കീമോയ്ക്ക് വിധേയനാകേണ്ടതിനാൽ അഭിനവിനും മാതാപിതാക്കൾക്കും വിഷു ദിനത്തിലും വീട്ടിലെത്താൻ സാധ്യമായിട്ടില്ല. ഈ സാഹചര്യം കണക്കിലെടുത്താണ് എല്ലാവരും ഒപ്പമുണ്ട് എന്ന സന്ദേശം നൽകി വിഷു കൈനീട്ടം തപാലിൽ അയച്ചതെന്ന് പൊതുപ്രവർത്തകൻ ഡോക്ടർ ജോൺസൺ വി ഇടുക്കുള പറഞ്ഞു. പോസ്റ്റ്മാൻ അനന്തകൃഷ്ണൻ പിഷാരത്താണ് ഈ പദ്ധതിയെക്കുറിച്ച് ഡോക്ടർ ജോൺസൺ വി ഇടുക്കുളയെ പരിചയപ്പെടുത്തി കൊടുത്തത്. എടത്വ സെന്റ് അലൂഷ്യസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് അഭിനവ്. മങ്കൊമ്പ് ചതുർത്ഥ്യാഗരി സാഹിത്യഭൂഷണി ഗ്രന്ഥശാലയുടെ 80-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടികൾ ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം അതിജീവനം തേടുന്ന ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിൽ സംവാദം നടത്തി. വായനശാലയുടെയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തെക്കേക്കര യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിലായിരുന്നു അതിജീവനം തേടുന്ന ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിൽ ശാസ്ത്ര സംവാദ സദസ്സ് നടത്തിയത്. വെളിനാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയും സംഘാടക സമിതി ചെയർപേഴ്സണുമായ ആശാദാസിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. പരിഷത്ത് മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം ഡോക്ടർ VN ജയചന്ദ്രൻ വിഷയാവതരണം നടത്തി. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ ഇടതുവശം ചേർന്നത് എനിക്ക് വേണം വലതുവശം ചേർത്ത് വരാറ്. ഇടതുവശം ചേർന്ന ഞാൻ കഴിയും. അപ്പോൾ അതൊരു നിയമമാണ്. കുറേ കാലമായി ഞാൻ ശീലിച്ചുള്ള നിയമമാണ് ഞാൻ പാലിക്കുന്നത് തോന്നുന്നില്ല. റോഡിലിറങ്ങി ഇടതുവശം ചേർന്ന് പോകും. നടക്കുന്ന ആളിങ്ങനെ വലതുവശം ചേർന്ന് പോകുന്നത് ഇത് നമ്മൾ നോക്കുന്ന ചെറിയൊരു നടപ്പ് മാത്രം. പക്ഷേ അത് ട്രാഫിക് നിയമങ്ങളിലുണ്ടാവും. വാഹന ആക്ടിൽ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ അതിനെ സംബന്ധിച്ച് അതിൻ്റെ വകുപ്പുകളാണ്. ഈ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് എങ്ങനെ ഉണ്ടാകുന്നത്? മോട്ടോർ വാഹനങ്ങളൊക്കെ ഓർണം റോഡുകളിലായിട്ട് അതിനെ സംബന്ധിച്ചുള്ള നിയമം ഒരു സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ അടിസ്ഥാനം എന്താ? അത് മികച്ചൊരു മന്ത്രി, ഒരു നിയമമന്ത്രി അതങ്ങ് അവതരിപ്പിച്ച് പാസ്സാകുക. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം ഹരീന്ദ്രനാഥ് തായങ്കരി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് ചെറിയാൻ കുരുവിള, അലക്സ് മാത്യു, D പ്രസന്നകുമാർ, പരിഷത്ത് മേഖലാ പ്രസിഡന്റ് T ജ്യോതി, വായനശാല സെക്രട്ടറി S ജതീന്ദ്രൻ, ശിവദാസൻ തുണ്ടൂറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിദ്ധമായ ഇത്തിത്താനം ഇളങ്കാവ് ദേവീ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടികയറി. ഇത്തിത്താനവും സമീപ പ്രദേശങ്ങളും ഏപ്രിൽ 23 വരെ ഉത്സവ ആഘോഷത്തിൽ. ഒരു ഗ്രാമത്തിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലേക്ക് കൂടി ഭക്തിയും ആഹ്ലാദവും പ്രസരിപ്പിക്കുന്ന ആഘോഷമാണ് ഇത്തിത്താനം ഇളങ്കാവ് ദേവീ ക്ഷേത്രത്തിലെ 10ാമതയ മഹോത്സവം. പതിവ് പോലെ വിഷുനാളിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടികയറി. വെളുപ്പിന് 4-ന് പള്ളി ഉണർത്തലോടെ കർമ്മങ്ങൾ ആരംഭിച്ചു. 4:30-ന് നട തുറന്ന് വിഷുക്കണി ദർശനം, 5-ന് നിർമ്മാല്യ ദർശനം, തുടർന്ന് അഭിഷേകം, ഗണപതി ഹോമം, 7-ന് ലളിത സഹസ്രനാമ ജപം എന്നിവ നടത്തി. 9-നും 10:30-നും മധ്യയായിരുന്നു തൃക്കൊടിയേറ്റ്. ക്ഷേത്രം തന്ത്രി സൂര്യകാലടിമന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. ഈ മാസം 22-നാണ് ക്ഷേത്രാങ്കണത്തിൽ പ്രസിദ്ധമായ ഇത്തിത്താനം ഗജമേള. 23-ന് തിരു ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. കായൽപ്പുറം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മധ്യസ്ഥ തിരുനാൾ ഏപ്രിൽ 15 മുതൽ 21 വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ അഗസ്റ്റിൻ പൊങ്ങനാന്തടത്തിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15-ന് വൈകുന്നേരം 4:30-നാണ് കൊടിയേറ്റ്. ശനിയാഴ്ച ദീപികാരുടെ ദിനമായിട്ട് ആചരിക്കുകയാണ്. ആ ശനിയാഴ്ച ദിവസമാണ് കുട്ടികൾക്ക് ആഘോഷമായ പരിശുദ്ധ കുർബാന കൊടുക്കുന്നത്. അതുപോലെ തന്നെ ദീപികാരുടെ ആരാധനയും ദീപികാരുടെ പ്രദക്ഷിണവും. ഈ വർഷത്തെ തിരുനാളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് തിരുനാളിൻ്റെ പ്രദക്ഷിണം അതുപോലെ പള്ളിക്ക് ചുറ്റും എന്നതിനേക്കാൾ ഉപരിയായിട്ട് പുറത്തേക്ക് തുറവശ്ശേരി ജംഗ്ഷൻ വരെ പോയി ആഘോഷപൂർവമായ തിരുനാൾ പ്രദക്ഷിണം നടത്തുന്നത് ഈ വർഷത്തെ തിരുനാളിൻ്റെ പ്രത്യേകത. ഞായറാഴ്ച ദിവസം, പ്രധാന തിരുനാൾ ദിവസം 21-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ആഘോഷമായ ആ വിശുദ്ധ കുർബാനയിൽ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും, പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി, തിരുവല്ല, ആലപ്പുഴ, കൊല്ലം മേഖലകളിൽ നിന്നൊക്കെ തീർത്ഥാടകർ 21-ാം തീയതി ഞായറാഴ്ച ഈ ദേവാലയത്തിലേക്ക് വരുന്നു.
തിങ്കളാഴ്ച 6:15 പ്രഭാത പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. വൈകുന്നേരം 4 റംസായ്ക്ക് ശേഷം സെമിത്തേരിയിലേക്ക് പ്രദക്ഷിണവും ഒപ്പീസും നടത്തും. തുടർന്നാണ് കൊടിയേറ്റ്. ഇടവക വികാരി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. വൈകുന്നേരം 5 നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ഫാദർ സ്കറിയാസ് റാമ്പിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ക്രിസ്റ്റി കൂട്ടുമേൽ വചന സന്ദേശം നൽകും. ഏപ്രിൽ 21 ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം. കൈക്കാരൻ അഗസ്റ്റിൻ PA പടമിറ്റം, പബ്ലിസിറ്റി കൺവീനർ തങ്കച്ചൻ വയലാറ്റ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃപിതൃവേദി തൃക്കുടിത്താനം ഫൊറോനയുടെ വാർഷികവും പ്രവർത്തന വർഷ ഉദ്ഘാടനവും നടത്തി. ഫൊറോന വികാരി ഫാദർ ആന്റണി ഏത്തക്കാട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ദമ്പതികൾ അടുത്തടുത്തിരുന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരിയധികം സന്തോഷം തോന്നി. നിങ്ങൾ വിവാഹം കഴിച്ച ആ സമയത്ത് ഉണ്ടായിരുന്ന അടുപ്പം, ആ സ്നേഹം, ബന്ധം ഇപ്പോഴും നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പലപ്പോഴും നമ്മൾ പള്ളിയിൽ ദമ്പതികൾ ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോയിരിക്കടി, ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞ് വിടുകയാണ് പതിവ്. എന്നാൽ നിങ്ങളിവിടെ വന്നിരിക്കുന്നവരെല്ലാം ഇന്ന് ഒരുമിച്ചിരുന്ന് ദൈവം നൽകിയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ സമ്മാനം, ജീവിത പങ്കാളിയെ നിങ്ങളെ സ്നേഹിക്കുന്നു, ചേർത്ത് നിർത്തുന്നു, നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ ഓർത്ത് അഭിമാനിക്കുന്നു, നിങ്ങൾ ഒരുമിച്ചിരിക്കുവാനും അത് പരസ്യപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മാതൃപിതൃവേദി സംഘടന നിങ്ങളെ ആദരിക്കുന്നതിൽ എനിക്കധികം സന്തോഷമുണ്ട്. നിങ്ങൾ ആദരവ് അർഹിക്കുന്നവരാണ്. നിങ്ങൾ 25 വർഷം മുൻപ് അല്ലെങ്കിൽ 50 വർഷം മുമ്പ് വിവാഹിതരായവരാണ്. അന്നത്തെ ജീവിത സാഹചര്യമല്ല ഇന്ന്. പ്രസിഡന്റ് ശ്രീബിച്ചൻ മുക്കാടിന്റെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം. ഡയറക്ടർ ഫാദർ ചെറിയാൻ കക്കുഴി ആമുഖ പ്രഭാഷണവും യൂണിറ്റ് ഡയറക്ടർ ഫാദർ സക്രിയാസ് കരിവേലിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ചങ്ങനാശ്ശേരി അതിരൂപത പിതൃവേദി സെക്രട്ടറി ജോഷി കൊല്ലാപുരം മാർഗരേഖ പ്രകാശനം ചെയ്ത് ഫൊറോന വികാരിക്ക് കൈമാറി. ആനിമേറ്റർ സിസ്റ്റർ ലിൻസിയ CMC പ്രാർത്ഥന നയിച്ചു. അതിരൂപത വൈസ് പ്രസിഡന്റ് സാലിമ്മ ജോസഫ്, ഫൊറോന മാതൃവേദി പ്രസിഡന്റ് മിനി ഷാജി, സെക്രട്ടറിമാരായ ജോസ് കടന്തോട്ട്, റീന സാബു തുടങ്ങിയവർ സംസാരിച്ചു. വിവാഹത്തിന്റെ 25-50 വാർഷികം ആഘോഷിക്കുന്നവരെ ഫൊറോന വികാരിയും യൂണിറ്റ് ഡയറക്ടറും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.